ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് കേരള സെറ്റ് ഇംഗ്ലീഷ് സിലബസിലുള്ള മൊഡ്യൂൾ 5 റൈസ് ഓഫ് ഇംഗ്ലീഷ് ഡ്രാമയാണ്. ഇതിൽ ഫസ്റ്റ് മിസ്റ്ററി പ്ലേസ് എന്താണെന്ന് നോക്കാം. മിസ്റ്ററി പ്ലേസ് മെയിൻലി ബൈബിൾ സ്റ്റോറീസ് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്ലേ ആയിരുന്നു ഇതിൽ ഉണ്ടായിരുന്നത്. ഇതിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് ജനങ്ങൾക്കിടയിൽ റിലീജിയസ് നോളജ് ഉണ്ടാക്കുക എന്നതായിരുന്നു. ഇറ്റ്സ് ഓൾസോ നോൺ ഏസ് ലിറ്ററജിക്കൽ ഡ്രാമ. ഇത് ഫസ്റ്റ് ചർച്ചിൽ പ്രീസ്റ്റ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് വെർണാക്കുലർ ലാംഗ്വേജിൽ പബ്ലിക് പ്ലേസിൽ പെർഫോം ചെയ്യാൻ തുടങ്ങി. ഇതിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് വേൾഡ് ക്രിയേഷൻ, ആദം ആൻഡ് ഈവ് സ്റ്റോറി, എബേൽ സ്റ്റോറി, ലാസ്റ്റ് ജഡ്ജ്മെന്റ് ഇതൊക്കെയായിരുന്നു. 13th സെഞ്ച്വറി കഴിഞ്ഞപ്പോൾ ഗിൽഡ്സ് പ്ലേ ഓർഗനൈസ് ചെയ്യാൻ തുടങ്ങി. സിറ്റിയിൽ പല ഗിൽഡ്സ് ചേർന്ന് പ്ലേ സൈക്കിൾസും ഉണ്ടാക്കി. അതിന് എക്സാമ്പിളാണ് ചെസ്റ്റേഴ്സ് പ്ലേസ്, വേക്ക്ഫീൽഡ് സൈക്കിൾ ഇവയൊക്കെ. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ചുരുക്കി പറഞ്ഞ മിസ്റ്ററി പ്ലേസ് എന്ന് പറയുന്നത് ബിബ്ലിക്കൽ ആയിട്ടുള്ള മീൻസ് ബൈബിൾ റിലേറ്റഡ് സ്റ്റോറീസ് ഉള്ളതാണ് ഈ മിസ്റ്ററി പ്ലേസ് എന്ന് പറയുന്നത്. അടുത്തതാണ് മിറാക്കിൾ പ്ലേസ്. Means it is a representation of saints' life, miracles, martyrdom, etc. 10th and 11th സെഞ്ച്വറിയിൽ ലിറ്ററജിക്കൽ ഡ്രാമയിൽ നിന്നാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. വെർജിൻ മേരി, സെയിൻറ്റ് നിക്കോളാസ് ഇതൊക്കെയായിരുന്നു ഇതിൽ മെയിൻ ഫോക്കസ് ചെയ്തിരുന്നത്. ഹെൻറി 8th മിറാക്കിൾ പ്ലേ ബാൻ ചെയ്തതോടെയാണ് ഇത് ഇംഗ്ലണ്ടിൽ ഡിസ്ട്രോയ് ആയത്. അടുത്തതാണ് മൊറാലിറ്റി പ്ലേസ്. ഇത് ഒരു അലഗോറിക്കൽ ഡ്രാമയാണ്. ഇറ്റ് മീൻസ് ക്യാരക്ടർ എല്ലാം റിയൽ പേഴ്സൺസ് ആയിരിക്കില്ല. ഇതൊക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ചാരിറ്റി, വൈസ്, ഡെത്ത്, യൂത്ത് ഇതൊക്കെ ആയിരിക്കും. ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് മോറൽ ലെസൺ ടീച്ച് ചെയ്യുക എന്നത് കൂടെയാണ്. മൊറാലിറ്റി പ്ലേസിനുള്ള എക്സാമ്പിൾസ് ആണ് ദ കാസിൽ ഓഫ് പെർസീവറൻസ്, എവ്രി മാൻ, കണ്ടംനേഷൻ ഡസ് ബാങ്ക്വറ്റ്സ്, സ്കെൽട്ടൻസ്, മാഗ്നിഫിസിയൻസ്. അടുത്തതാണ് ഇന്റർലൂഡ്സ്. ഇന്റർലൂഡ്സ് മെയിൻലി പെർഫോം ചെയ്തത് റോയൽ കോർട്ടിലും ഗ്രേറ്റ് ഹൗസിലുമാണ്. ഇത് മെയിനായിട്ടുള്ള ഒരു പ്ലേ അല്ല, ഒരു മെയിൻ എന്റർടൈൻമെന്റിന്റെ ഇടയിൽ വരുന്ന ഷോർട്ട് പെർഫോമൻസിനെയാണ് ഇന്റർലൂഡ്സ് എന്ന് പറയുന്നത്. മീൻസ് ഇന്റർവെല്ലിൽ നടക്കുന്ന പ്ലേ ആണ്. മീൻസ് ഒരു ഷോർട്ട് എന്റർടൈൻമെന്റ് ആണ് ഈ ഇന്റർലൂഡ് എന്ന് പറയുന്നത്. ജോൺ ഹെയ്വുഡ് ആണ് ഇതിന്റെ ഫേമസ് റൈറ്റർ ആയിട്ട് അറിയപ്പെടുന്നത്. ഇതിന്റെ ഫേമസ് റൈറ്റർ ആണ് ജോൺ ഹെയ്വുഡ്. അദ്ദേഹത്തിന്റെ ഫേമസ് വർക്ക് ആണ് ദ പ്ലേ ഓഫ് ദ വെദർ, the play called the 4Ps. Means 4P means a palmer, a partner, an apothecary, a peddler. അടുത്തതാണ് ഗോർബുഡക്. ഇറ്റ് ഓൾസോ നോൺ ആസ് ഫെറക്സ് ആൻഡ് പോറക്സ്. ദിസ് ഈസ് ദ ഫസ്റ്റ് ട്രാജഡി ഇൻ ഇംഗ്ലീഷ്. ഈ ഗോർബുഡക് ആണ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലുള്ള ഫസ്റ്റ് ട്രാജഡി എന്ന് അറിയപ്പെടുന്നത്. ഫസ്റ്റ് ഇംഗ്ലീഷ് പ്ലേ റിട്ടൺ ഇൻ ബ്ലാങ്ക് വേഴ്സ്. ഇതിൻ്റെ ഓതേഴ്സ് ആണ് തോമസ് നോർത്തനും തോമസ് സാക്യുവില്ലിയും. ഇതിൽ തോമസ് നോർത്തൻ ഫസ്റ്റ് 3 ആക്ട്സും തോമസ് സാക്യുവില്ലി 4th and 5th ആക്ടും ആണ് എഴുതിയിട്ടുള്ളത്. ദിസ് ഈസ് ഫസ്റ്റ് പെർഫോംഡ് ബൈ 1561 ജാനുവരി 18th. ക്യൂൻ എലിസബത്തിന്റെ മുന്നിലാണ് ഈ പ്ലേ ആദ്യമായിട്ട് പെർഫോം ചെയ്യുന്നത്. ഇത് ബേസ് ചെയ്തിരിക്കുന്നത് ഹിസ്റ്റോറിയ റീഗം ബ്രിട്ടാനിയ എന്ന വർക്കിനെയാണ്. ഈ ഒരു വർക്ക് എഴുതിയത് ജോഫ്രി ഓഫ് മോൺമൗത്ത് എന്ന ഒരു വെൽഷ് സ്കോളറാണ്. ഈ ഒരു ഗോർബുഡക് എന്ന പ്ലേയിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഷേക്സ്പിയറിന്റെ കിങ് ലിയറിൽ നമുക്ക് കാണാൻ കഴിയും. അടുത്തതാണ് റാൽഫ് റോയിസ്റ്റർ ഡോയിസ്റ്റർ. ഇതിന്റെ ഓതറാണ് നിക്കോളാസ് ഉഡൽ. ഇതൊരു കോമഡിയാണ്. ഫസ്റ്റ് കോമഡി ടു ബി റിട്ടൺ ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഇതിന്റെ ഫോം എന്ന് പറയുന്നത് റിട്ടൺ ഇൻ റൈമിംഗ് കപ്ലെറ്റ്സ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ക്ലാസിക്കൽ ഡ്രാമ. പ്ലോട്ടസിന്റെ മൈൽസ് ഗ്ലോറിയോസസിൻ ഇൻസ്പയർഡ് ആയിട്ട് എഴുതിയ വർക്കാണ് റാൽഫ് റോയിസ്റ്റർ ഡോയിസ്റ്റർ.
അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു മൊഡ്യൂളിൽ പറഞ്ഞിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.